രാമായണകാലം പുണ്യകാലമാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്താറുണ്ട്. ഏകനായ ഈശ്വരന്റെ മാനുഷിക രൂപം എന്ന നിലയിൽ ഏതമ്പലത്തിലും രാമായണം ആദരിക്കപ്പെടുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വാൽമീകി രാമായൺ ഭവൻ. രാമാവതാര കാലഘട്ടത്തിന്റെ മധുരസ്മൃതികൾ ഭക്തിയിൽ ചാലിച്ചു വിളമ്പുന്ന നാടാണ് ഉത്തർപ്രദേശിലെ അയോധ്യയും പരിസര പ്രദേശങ്ങളും. രാമായണ കർത്താവായ വാൽമീകി രാമായണത്തിലെ മുഖ്യ കഥാപാത്രമായതുകൊണ്ട് തന്നെ രാമജന്മഭൂമിക്ക് സമീപം വളരെ പ്രാധാന്യത്തോടെ വാൽമീകി രാമായണ ഭവൻ സ്ഥിതി ചെയ്യുന്നു. ഉത്തരേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ രീതി അനുവർത്തിച്ച് നിർമ്മിച്ച ഈ മന്ദിരം വെണ്ണക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇതിന്റെ ചുവരുകളിൽ രാമായണത്തിന്റെ 24,000 ശ്ലോകങ്ങളും വ്യക്തമായി വായിക്കാവുന്ന തരത്തിൽ കൊത്തിവച്ചിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇതുകൂടാതെ ഭവനത്തിനകത്ത് ചുമരുകളിൽ രാമായണ കഥാസന്ദർഭം വിശദമാക്കുന്ന മനോഹരമായ ചിത്രങ്ങളും കാണാം. ശാന്തമായ പശ്ചാത്തലത്തിൽ പണിഞ്ഞിരിക്കുന്ന ഈ മന്ദിരത്തിന്റെ വിശാലമായ ഹാളിൽ ധാരാളം ഭക്തർക്ക് ഒരേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന തരത്തിലുള്ള വലിയ വാൽമീകി പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നു. മഹർഷിയുടെ ഇരുവശങ്ങളിലുമായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും രാമപുത്രന്മാരുമായ ലവകുശന്മാരുടെ ചെറുശില്പങ്ങൾ കാണാം. വാൽമീകി മന്ദിരം മിക്ക സമയവും രാമായണ പാരായണ ശബ്ദത്താൽ ഭക്തിസാന്ദ്രമായിരിക്കും. മഹന്ത് നൃത്യ ഗോപാൽദാസ് ജിയുടെ ഔദ്യോഗിക വസതിയും പീഠവും സ്ഥിതി ചെയ്യുന്ന മണി രാംദാസ് ചാവണിയുടെ കീഴിലാണ് ഈ ക്ഷേത്രഭൂമി. വാൽമീകി ഭവനിലെ ഏറ്റവും വലിയ ഉത്സവം വാൽമീകി ജയന്തിയായ അശ്വിനി പൗർണമി നാളിലാണ്. അലങ്കാരങ്ങളും പ്രത്യേക പൂജകളും ഈ ദിനത്തിന്റെ മാറ്റുകൂട്ടുന്നു. രാമനവമിയാണ് ഇവിടുത്തെ മറ്റൊരു വിശേഷ ദിനം. ഹൈന്ദവ സംസ്കാരത്തിൽ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഗുരുപൂർണിമയിലും ഇവിടെ ധാരാളം ഭക്തർ എത്തിച്ചേരുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുന്നു. ഇത് കലയുടെയും ഭാഷയുടെയും സമന്വയ ഭൂമിയാണ്. പവിത്രമായ ഭാരതീയ സംസ്കാരത്തിന്റെ ആധാരശിലയാണ്. അനാദിമധ്യാന്തനായ പരമാത്മാവിനെ അടുത്തറിയുന്ന ആദികവിയുടെ ആവാസസ്ഥാനമാണ്. പൂർവികരായ ആചാര്യന്മാരുടെ അനുഗ്രഹം എന്നും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. राम भजन कर प्राणी, तेरी 2 दिन की जिंदगानी।